ഞാൻ വലിയ തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞ് എന്നെ ഒന്നും ചെയ്തേക്കരുത്. അപ്പോ കല്ലെറിയൽ നിരോധിച്ചിരിക്കുന്നു, പൊങ്കാല അനുവദനീയമല്ല. ഈ അച്ഛന് തെറ്റ് പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ. അത് ആ അച്ഛനും അതങ്ങ് വിശ്വസിക്കുക അല്ലേ? തിരുമേനിക്ക് പറ്റുമോ? എന്തെങ്കിലും തെറ്റ് പറ്റുമോ? ഈ തിരുമേനി തെറ്റ് ചെയ്യുന്നത് മോശമാണെന്നോ അതുകൊണ്ട് അയാൾ തിരുമേനി ആയിരിക്കരുതോ എന്നുള്ള ആർഗ്യുമെന്റ് എനിക്കില്ല. കാരണം എന്നാ, ഈ തിരുമേനിനെ കന്യാമാതാവ് പൊക്കത്തിന് താഴേക്ക് ഇറക്കിയതല്ലോ. മർത്തോമ സഭയുടെ ഇന്ന അരമനയിൽ ഇരുന്നു എന്ന് പറഞ്ഞ് താഴേക്ക് കന്യാമാതാവ് രണ്ട് സൈഡിലും പിടിച്ച് പിതാവും പുത്രനും ഒക്കെ കൂടെ മുകളിൽ നിന്ന് ഇങ്ങനെ അനുഗ്രഹിച്ച് താഴേക്ക് വിട്ടതൊന്നുമല്ലോ. ഇയാൾ നമ്മുടെയൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിൽ ജനിച്ച് നമ്മുടെ എല്ലാ ഊളത്തരങ്ങളും ഒക്കെ ആയിട്ട് വളർന്ന് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഊളത്തരങ്ങളുമായിട്ട് വരുമ്പോൾ അയാൾക്ക് നമ്മുടേതായ കുറെ ഊളത്തരങ്ങൾ കാണിയല്ലേ. അപ്പോ അങ്ങനെയുള്ളൊരു സാധനമല്ലേ. അപ്പൊ പിന്നെ നമുക്ക് കൈവെപ്പോട് കൂടി പുള്ളിയുടെ ഊളത്തരം എല്ലാം പോവോ? ഇല്ലെന്നേ, അതൊക്കെ വെറുതെ പറയുന്നതല്ലേ. നമ്മൾ വേറൊന്നും നോക്കണ്ട. ഇപ്പൊ അച്ഛന്മാരെയൊക്കെ ഓർക്കുമ്പോഴേക്കും ഓർക്കും, അങ്ങനെ ഞങ്ങളെ കൈവച്ച് കഴിഞ്ഞപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ഈ നാളങ്ങളുടെ രൂപത്തിൽ സെഹിയോൻ ഊട്ടുശാലയിൽ കന്യാമാതാവിനും ശിഷ്യന്മാരോടും ഒപ്പം പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഈ നാളങ്ങളുടെ രൂപത്തിൽ വന്നു പരിശുദ്ധാത്മാവ്. അതുപോലെയാണ് എന്നെ വൈദികനായി വാഴ്ത്തിയപ്പോൾ. മെത്രാച്ചൻ എന്റെ തലയിൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അതോടുകൂടി എന്നിലുള്ള എല്ലാ സാധനവും പോയിട്ട് ഞാനൊരു പുതിയ മനുഷ്യനായി എന്നൊക്കെ പറയുന്നേ. അതൊക്കെ വെറുതെ പറയുന്ന, ആരും പുതിയ മനുഷ്യനായില്ല. അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയില്, ഇത്രേ ഉള്ളൂ. തിരിഞ്ഞോ? വീര്യത്തിൽ വ്യത്യാസമില്ല, വീര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. അത് തന്നെ. യഥാർത്ഥത്തിൽ നമ്മൾ അത്തരം ശീലങ്ങൾ അങ്ങ് വിട്ടിട്ട് ഐ ആം ഫോളിബിൾ, വാട്ട്സ് റോങ് ഇൻ ഇറ്റ്?